ഹായ് മക്കളെ, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ടൈം ടേബിൾ അല്ലേ. നമുക്കെന്താ ലീവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു ടൈം ടേബിളാണ് ക്രിസ്മസ് എക്സാമിന് വന്നിട്ടുള്ളത്. ലാസ്റ്റ് CA എക്സാമിന് മാത്രം ഒരു 2 ലീവ് നമുക്കുണ്ട്. അതിന് മുൻപുള്ള നമ്മുടെ മെയിൻ സബ്ജക്റ്റുകൾക്കൊന്നും നമുക്ക് ലീവും കാര്യങ്ങളും കിട്ടുന്നില്ല. ബിസിനസ്, എക്കണോമിക്സ്, അക്കൗണ്ടൻസി എല്ലാം കണ്ടല്ലോ റെഡി. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, സാർ ഈ പറയുന്നത് എന്താ, ഒരുപാട് ഇനിയും പെൻഡിങ് ഉണ്ട്, പഠിക്കാൻ കുറേ ബാക്കിയുണ്ട്, പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിക്കുന്ന കുട്ടികളോടാണ്. പഠിച്ച് പ്രോപ്പറായിട്ട് റിവിഷനൊക്കെ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടൈമിൽ നിങ്ങൾ എങ്ങനെ പോകുന്നു അതേപോലെ തന്നെ പോവുക. റിവിഷനൊക്കെ ചെയ്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാകുമല്ലോ, റിവിഷനൊക്കെ ചെയ്ത് പഠിച്ച് തീർന്ന കുട്ടികളാണെങ്കിൽ അത് അതേപോലെ കണ്ടിന്യൂ ചെയ്തോളാം. ഇനി ഒന്നും പഠിക്കാത്ത കുറേ പെൻഡിങ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. മക്കളെ, ഇത്ര മാത്രമേ ഉള്ളൂ. സാറ് പറയാം, നവംബർ, ഇതിപ്പോൾ November 22 ആണ്. നവംബർ കഴിയുമ്പോൾ, അതായത് ഡിസംബർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഈ ഒരു മന്ത് കഴിയുമ്പോഴേക്കും ഇനിയിപ്പോൾ നമുക്ക് ഒരു 9-10 ദിവസം അല്ലേ, 9 ദിവസം നമ്മുടെ മുന്നിലുണ്ടാവും. ആ ഒരു 9 ദിവസം എന്ത് ചെയ്തോളുക, എന്ത് ചെയ്തോളുക, നമുക്ക് ഇതിൽ മക്കൾക്ക് പഠിക്കാൻ ഏറ്റവും കൂടുതലുള്ള സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യുക. അതായത് തന്നെയായിരിക്കും ബിസിനസ്സും അക്കൗണ്ടൻസിയും എക്കണോമിക്സും തന്നെയായിരിക്കും. മാത്സുള്ള കുട്ടികൾക്ക് മാത്സും ആയിരിക്കും. റെഡി അല്ലേ? സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യുക. ഈ 9 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന അത്രയും പഠിച്ച് തീർക്കാൻ ശ്രമിക്കുക. തീർത്തോളുക. എങ്ങനെ തീർക്കാം? നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, നമ്മൾ ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടി നമ്മൾ സെറ്റാക്കി ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ വൺ ഷോട്ടും കാര്യങ്ങളും നമ്മളെ ചാനലുണ്ട്. കണ്ട് പഠിച്ച് തീർത്തോളുക. നമ്മൾ ഓരോന്നും നിങ്ങൾക്ക് വേണ്ട എല്ലാം നമ്മൾ അടിപൊളിയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഓരോന്നും എന്ത് ചെയ്യുക, തീർക്കുക. അത് നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. ഈ വൺ ഷോട്ട് കണ്ടാൽ മതി. ഓക്കെ, വൺ ഷോട്ട് കണ്ട് തീർക്കുക. നവംബർ കഴിയുമ്പോഴേക്കും നിങ്ങൾ ചെയ്യേണ്ട കാര്യം അത്രമാത്രം. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഡിസംബർ സ്റ്റാർട്ട് ചെയ്ത് എക്സാം വരെ നമുക്ക് വീണ്ടും നമ്മളെന്താ ക്വസ്റ്റ്യൻ സെഷൻസും മാരത്തോണൊക്കെ ചെയ്യും. അപ്പോൾ മറ്റ് ചാപ്റ്റേഴ്സിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പഠിച്ച മെയിൻ സബ്ജക്റ്റിൻ്റെയോ വീണ്ടും റിവിഷൻ ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ഈ ഒരു 9 ദിവസം അത് നിർണായകമാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ സാറ് പറഞ്ഞ പോലെ തീർക്കുക. മാക്സിമം കാര്യങ്ങൾ പഠിച്ച് തീർക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അതിന് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ നമ്മുടെ വൺ ഷോട്ട് കണ്ട് പഠിക്കുക എന്നുള്ളതാണ്. അതിലെല്ലാം നമ്മൾ സെറ്റായിട്ട് തന്നെ പഠിപ്പിച്ച് തരുന്നുണ്ട്. അത് ഓരോന്നും അതിൽ പറയുന്ന ഒരു കാര്യവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അതും വളരെ ഷോർട്ടാക്കി മക്കൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിട്ടാണ് നമ്മളത് വൺ ഷോട്ടായിട്ട് മക്കൾക്ക് തരാറുള്ളത്. അത് അതേപോലെ സെറ്റായിട്ട് പഠിച്ച് വെക്കുക. അത് നിങ്ങൾക്ക് ഈ ഒരു 9 ദിവസം കൊണ്ട് പറ്റും, ഷുവറാണ്. 9 ദിവസം മതി. ആ 9 ദിവസം പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് അത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, മാരത്തോണും ക്വസ്റ്റ്യൻ സെഷനും ഒക്കെ ആയിട്ട് എക്സാമിനെ തലേന്നൊക്കെ സെറ്റാക്കാം. റെഡിയല്ലേ? അങ്ങനെയെങ്കിൽ ഈ 9 ദിവസം ഈ കാര്യം അടിപൊളിയായിട്ട് ചെയ്യുക, സെറ്റായിട്ട് പഠിക്കുക, നല്ല മാർക്ക് മകൾക്ക് കിട്ടും, ഷുവറാണ്. ഓക്കെ.